മഴയൊക്കെ പെയ്യുമ്പോഴേക്കും എന്താണ് നമ്മൾ പറയുക? നല്ല മഴ പെയ്യുമ്പോഴേക്കും നല്ല ജോൺസൺ മാഷിന്റെ പാട്ട്, കട്ടൻ ചായ, ആഹാ അന്തസ് എന്ന് പറയില്ലേ? അപ്പൊ അതുപോലെ നമുക്കൊരു പാട്ട് വേണം. നമ്മൾ പാട്ട് പാടി സോഷ്യൽ മീഡിയയിൽ വൈറലായ കാത്തുക്കുട്ടിയും കുടുംബവും ഇവിടെ എത്തി കാത്തു നിൽക്കുകയാണ്. കാത്തുക്കുട്ടിയും ചേട്ടൻ കേദാർനാഥും ഒപ്പം അച്ഛനും അമ്മയും കുടുംബസമേതം നമുക്ക് അതിഥികളായി എത്തുകയാണ്. കണ്ണൂർ ചുഴലി സ്വദേശികളാണ് ഇവർ. ഗായക കുടുംബമാണ്. കാത്തുക്കുട്ടിയും കേദാർനാഥും പാടിയ പാട്ടുകളൊക്കെ പ്രേക്ഷകർ ഇതിനകം തന്നെ റീൽസിലൂടെയൊക്കെ കേട്ടിട്ടുണ്ടാകും. വൈറലാണ്. പിതാവ് അശോകൻ ഫോട്ടോഗ്രാഫറാണ്. അമ്മ കെ രശ്മി. ഇത്രയും പേരാണ് നമ്മുടെ അതിഥികളായി വരുന്നത്. സ്വാഗതം കാത്തുക്കുട്ടിക്കും കുടുംബത്തിനും. ഞാനിങ്ങനെ കാത്തുക്കുട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഈ കുട്ടി ഏതാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? വരും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ വന്നേ? ആ എന്താ പറഞ്ഞേ? നമ്മളത് കേട്ടല്ലോ. എന്തായിരുന്നു പറഞ്ഞേ? ഇങ്ങോട്ട് വരുന്നല്ലേ പറഞ്ഞേ? അപ്പൊ എന്നിട്ട് ഇവിടെ വന്നില്ലേ? അപ്പൊ ടി വി കാണുന്ന പോലൊക്കെ ആണോ? ആ നോക്കിക്കേ, നമ്മളെല്ലാരും ഇവിടെ നിക്കുന്നു. സന്തോഷായോ? സന്തോഷായി. അപ്പൊ കാത്തുക്കുട്ടിയുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ചേട്ടനും കാത്തുക്കുട്ടിയും ചേർന്നിട്ടാണ് ഈ പാട്ടെല്ലാം പാടി തകർക്കുന്നത്. അപ്പൊ ഇത് അശോകൻ ചേട്ടനും ഒപ്പം ഭാര്യ രശ്മി. അപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി ഈ കുട്ടികൾക്ക് ഒപ്പം ഈ പാട്ടുമായിട്ട് കൂട്ടുചേരാനായിട്ടൊക്കെ എന്നാണ് പറഞ്ഞു തുടങ്ങിയത്? അത് ഇവള് അംഗനവാടി പോകുന്ന സമയത്ത് ചെറുതായിട്ട് ഇവർക്കൊരു എനിക്ക് തോന്നി രണ്ടുപേരും പാടുന്നുള്ളത്. ആദ്യം കേദാർനാഥായിരുന്നു. കേദാറും ആ പ്രായത്തിലാണോ പാടുമെന്ന്? കേദാർനാഥ് ഇച്ചിരി വലുതായി. പക്ഷെ കാത്തുക്കുട്ടി ചെറുതായിരുന്നു. ആ സമയത്തായിരുന്നു ഇവളായിരുന്നു ഫസ്റ്റ് വൈറലായി. അച്ഛന്റെ പാട്ട് ഇടക്കിടക്ക് ഫോണിൽ വെച്ചോണ്ട് കേൾക്കും. അപ്പൊ കേട്ടിട്ട് വെറുതെ ഇങ്ങനെ മൂളി പാട്ട്. അച്ഛൻ അമ്മയ്ക്ക് പാട്ട് പാടി കൊടുക്കുന്ന കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഏത് പാട്ട് അച്ഛൻ പാടി കൊടുക്കാറ്? അനുരാഗിണി എന്നുള്ള പാട്ട് പാടി കൊടുക്കും. അച്ഛൻ ആ പാട്ട് പാടി കൊടുക്കുന്നതാണ് മോൻ ആദ്യം. അല്ല, ഞാൻ അനുരാഗിണി ഇവളാദ്യം പാടിയേ. ഇവളെ കൊണ്ട് ഞാൻ ഒരു പാട്ട്, ഒരു ചെറിയൊരു പൊളിഞ്ഞു വീണ ഒരു ചെറിയൊരു റബ്ബർ ഷീറ്റൊക്കെ ഇല്ലേ, അതൊക്കെ വെക്കുന്ന ചെറിയൊരു ഷീറ്റ് വെച്ചൊരു പൊരയുണ്ട്. അപ്പൊ ഞാൻ വെറുതെ ഇവളെ കൊണ്ടുപോയി ആടുന്ന് പാടിച്ചതാണ്. എന്നിട്ട് വീഡിയോ എടുത്തു. ആ വീഡിയോ എടുത്ത് ഞാൻ മൊബൈലിൽ ഞാൻ ആൾക്കാർ കാണുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഞാനത് കൊണ്ട് ഫേസ്ബുക്കിൽ ഇട്ടു. അതങ്ങ് തകർത്തു. ഫേസ്ബുക്ക് അങ്ങ് കൊണ്ടുപോയി. സുക്രണനോടാണ് നന്ദി. പിള്ളേരെ രണ്ടുപേരെ ഫേമസ് ആക്കി. ഫേസ്ബുക്കിനോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ? നമ്മുടെ പ്രേക്ഷകർ കാത്തു നിൽക്കുകയാണ്. അപ്പൊ നിങ്ങളൊരു പാട്ട് കുടുംബമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പാട്ട് കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കപ്പം മോനെ കൊണ്ട് തുടങ്ങിയാലോ? ഒരു പാട്ടിലങ്ങ് തുടങ്ങിയാലോ? പാട്ടുകാർ വന്ന കുറെ നേരം വർത്തമാനം പറയിപ്പിക്കാൻ പാടില്ല എന്നൊരു അലിഖിത നിയമമുണ്ട്. അതിൽ തുടങ്ങാം. നമുക്ക് കണ്ണാന്തുമ്പിൽ തുടങ്ങിയാലോ? കണ്ണാന്തുമ്പി കാത്തുക്കുട്ടിയാ പറഞ്ഞേ. കാത്തുക്കുട്ടി തുടങ്ങാം നമുക്കെന്നാ. ശരി, കുഞ്ഞാവയിൽ തന്നെ തുടങ്ങാം. ഇപ്പൊ എത്ര വയസ്സായി? അതുകൂടെയൊക്കെ ഇത് പറഞ്ഞേ. 6 വയസ്സ്. എനിക്ക് തോന്നുന്നു ഒരു 2.5-3 വയസ്സ് സമയത്തൊക്കെ ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? 2.5 വയസ്സിലെ ഫസ്റ്റ്. 2.5 വയസ്സ് തൊട്ട് ടി വിയിൽ വരുന്ന ആളാണ്. 2.5 വയസ്സിലൊക്കെ ഞാനൊക്കെ എന്ത് ചെയ്യുമായിരുന്നോ എന്തോ. എനിക്കൊരു 10-21 വയസ്സാകേണ്ടി വന്നു ഈ ടി വിയിലൊക്കെ ഒന്ന് വരാൻ. അപ്പൊ മോളാണ് ആദ്യം. ഇപ്പൊ വരുന്നതേ ഉള്ളൂ. പല്ല് ഞാൻ നോക്കി, 2 പല്ല് വന്നിട്ടുണ്ട്. ഇപ്പുറത്തെ മിഠായി നിന്നതാണോ? 2 പല്ല് വന്നിട്ടുണ്ട്. പക്ഷെ ആ പല്ല് കാണിച്ചുള്ള ചിരിയൊക്കെ എന്തായാലും നല്ല പോലെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് കണ്ണാന്തുമ്പിയെ കൊണ്ട് തുടങ്ങിക്കാം. അതിനുശേഷം നമുക്ക് കേദാറിലേക്ക് വരാം. അപ്പോൾ നമുക്ക് കാത്തുക്കുട്ടിയുടെ പാട്ടിൽ നിന്ന് നമ്മൾ തുടങ്ങാൻ പോവാണ്. റെഡി? വെള്ളാങ്കല്ലിൻ ചില്ലും കൂടുന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നെന്നും എന്റെ പോരാത്തു വാവേ വാവാച്ചി. കുന്നിക്കുരുക്കുത്തി നുള്ളിപ്പറിച്ചിട്ട് പിന്നെ കുരുത്തൊരു മാല തീർക്കാം. തിങ്കൾക്കിടാവിനെ തോളത്തെടുക്കുന്ന തങ്കക്കാലമാനെ കൊണ്ടുതരാം. ചിങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാന്തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ? നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം. കണ്ണാന്തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ? നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. അടിപൊളിയായിട്ട് പാടി കേട്ടോ. സൂപ്പറായി. ടി വിയിലൂടെ ഇപ്പൊ എല്ലാരും കണ്ടോണ്ടിരിക്കുക. നമ്മള് ലൈവായിട്ട് പൊക്കോണ്ടിരിക്കുക. എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞിട്ട് എല്ലാരും കേട്ടിപ്പോ സന്തോഷത്തോടെ ഇരിക്കുകയാണ്.